മൈസൂർ ഐഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BSLP കോഴ്സിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഐഷിൻ്റെ സൈറ്റിൽ നിന്ന് അവരുടെ റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങൾ ചിലപ്പോൾ ഓപ്പൺ റാങ്കിലായിരിക്കും, ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ കൗൺസിലിംഗ് ഷെഡ്യൂളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് നോക്കിയേക്കാം. ഇതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ ഞാൻ ഇതിൽ പറയുന്നില്ല, കാരണം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നമുക്ക് അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റൂല. റീസൺ, ഒരു കോഴ്സിന് ഇപ്പോൾ ആ ഒരു കോഴ്സിന് എല്ലാ കുട്ടികളും വരണമെന്നില്ല. അതുകൊണ്ട് എത്ര വേണമെങ്കിലും അത് ആ റാങ്ക് താഴേക്ക് പോവാം. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആരൊക്കെ ചെല്ലുമെന്നോ ചെല്ലുന്നതിൽ ആരൊക്കെ മെറിറ്റ് എടുക്കും, ആരൊക്കെ സെൽഫ് ഫിനാൻസിങ് വരെ വെയിറ്റ് ചെയ്യും എന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ സീറ്റ് കിട്ടിയാൽ പോകുമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ കൗൺസിലിംഗ് പ്രോഗ്രാമിലൊന്ന് പങ്കെടുക്കുക. അവിടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേക്കൻസി അവിടെ ഉണ്ടെങ്കിൽ കിട്ടുകയാണ് ചെയ്യുക. അവർ സാധാരണ ചെയ്യുക, കുറച്ച് കുട്ടികളെ വിളിച്ച് അവർക്ക് വേണ്ടി. അപ്പോൾ ഇപ്പം നിലവിൽ ഈ 8-ാം തീയതി തുടങ്ങുന്ന പ്രോഗ്രാമിന് വേണ്ടി ഓൾറെഡി ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റിൽ പേരുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അതിൽ ഡേറ്റ് ഷെഡ്യൂൾ നോക്കുക. ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 8-ാം തീയതി ജൂലൈ 8-ാം തീയതി 9:30-ക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറിയും അവരുടെ ടോട്ടൽ സീറ്റ് 20 സീറ്റ് ജനറലിനും 22 സീറ്റ് OBCക്കുമാണ്. അതിൽ നോക്കുക, കോമൺ മെറിറ്റ് ലിസ്റ്റിലെ 1 തുടങ്ങി 500 വരെയുള്ളവരാണ് ഈ ജനറലിലേക്ക് വിളിച്ചിരിക്കുക. 1 തുടങ്ങി 400 വരെ OBC ലിസ്റ്റിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1 തുടങ്ങി 400 വരെയുള്ള കുട്ടികൾ അവിടെ ആരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നോ അതിൽ നിന്ന് ടോപ്പിലുള്ള 22 പേരെയാണ് എടുക്കുക. 1ാമത്തെ റാങ്കുള്ള കുട്ടി വന്നില്ലെങ്കിൽ 2ാമത്തെ റാങ്ക് തുടങ്ങി അങ്ങോട്ട് എടുക്കും. അപ്പോൾ ആദ്യത്തെ 22 എപ്പോൾ ഫില്ലാവുന്നോ അതുവരെ ആ ലിസ്റ്റിൽ നിന്ന് എടുക്കും. ഓക്കെ, അന്ന് കുട്ടികളെ സഫീഷ്യൻറ്റ് കിട്ടിയില്ല എങ്കിൽ മാത്രമേ പിന്നത്തെ ലിസ്റ്റ് ഇടൂ. പിന്നത്തെ ലിസ്റ്റ് ഇടുമ്പോൾ ആ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ 401 തുടങ്ങി 500 വരെയുള്ള കുട്ടികളെ ആയിരിക്കും വിളിക്കുക. അതുകൊണ്ട് കിട്ടിയാൽ സീറ്റ് എടുക്കും എന്നുള്ള കുട്ടികൾ നിർബന്ധമായിട്ടും പോവുക. SC/ST കാൻഡിഡേറ്റിന് 9-ാം തീയതി 9:30-ക്കാണ് പറഞ്ഞിരിക്കുന്നത്. 1 തുടങ്ങി 150 വരെയുള്ള ലിസ്റ്റിൽ നിന്ന് 12 പേരെ എടുക്കും. 1 തുടങ്ങി 60 വരെയുള്ള ലിസ്റ്റിൽ നിന്ന് 6 പേരെയും എടുക്കും. അതേപോലെ തന്നെ EWS കാൻഡിഡേറ്റിന് ജൂലൈ 9-ാം തീയതിയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. 9:30-ക്ക് 8 പേരെയാണ് എടുക്കുക. 1 to 64, 1 തുടങ്ങി 64 വരെയുള്ള ലിസ്റ്റിൽപ്പെട്ട കുട്ടികളെയാണ് എടുക്കുക. അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിലും 9-ാം തീയതി തന്നെയാണ്. 1 തുടങ്ങി 7 വരെയുള്ള ലിസ്റ്റിനെയാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ 2 പേരെയാണ് എടുക്കുക. ഇനി അലോട്ട്മെന്റ് പ്രൊസീജിയർ നോക്കുക. ഈ പറഞ്ഞ ലിസ്റ്റിൽ, അതായത് ഈ ഫസ്റ്റ് സെലക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ ടൈമിൽ റിപ്പോർട്ട് ചെയ്യണം. ഒരു പേരന്റിനെയാണ് അനുവദിച്ചിരിക്കുക. അതായത് കുട്ടിയുടെ കൂടെ ഒരാളെ മാത്രമാണ് ആ കൗൺസിലിംഗ് നടക്കുന്ന ഹാളിലേക്ക് പെർമിറ്റ് ചെയ്യൂ. ഇനി അത് രണ്ടാമത് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേ ചെയ്യേണ്ടി വന്നാൽ അതിനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പോട് കൂടിയാണ് വരേണ്ടി വരിക. അതായത് അവിടെ ഹോസ്റ്റൽ സ്റ്റേ എന്നല്ല ഉദ്ദേശിച്ചത്. സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ പ്രോഗ്രാം മറ്റൊരു ദിവസത്തേക്ക് നീട്ടേണ്ടി വന്നാൽ, പിറ്റേ ദിവസത്തേക്ക് ആക്കേണ്ടി വന്നാൽ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ തയ്യാറായി വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ എത്താത്ത ഒരു കുട്ടിയെയും, നേരിട്ട് അവിടെ എത്താത്ത ഒരു കുട്ടിയെയും കൗൺസിലിങ്ങിന് പരിഗണിക്കില്ല. അപ്പോൾ അടുത്ത കുട്ടിയെ വിളിക്കുകയാണ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ പെട്ട കുട്ടികൾക്കും പോകുന്നതിന് കുഴപ്പമില്ല. അതായത് നിങ്ങൾ ആ ലിസ്റ്റിൽ, അതായത് 8-ാം തീയതി റിപ്പോർട്ട് ചെയ്യേണ്ട കുട്ടികളുടെ ലിസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവാം. പിന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കാനുള്ള തുക നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അത് നിങ്ങൾക്ക് UPI പേയ്മെന്റ് അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അവിടെ പേ ചെയ്യാനുള്ള ഫെസിലിറ്റി തരും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഫുൾ ഫീ അടച്ചിരിക്കണം. ഇനി ഇതിന്റെ ഫീസിന്റെ ഡീറ്റെയിൽ നോക്കുക. ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 24,701 രൂപയും, SC/ST ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ 21,891. ജനറൽ കാറ്റഗറിക്ക് 24,701, SC/ST കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിക്കൊക്കെ 21,891. ഇനി സെൽഫ് ഫിനാൻസിങ്ങിനാണെങ്കിൽ നിങ്ങൾ 82,951 രൂപയാണ് അടയ്ക്കേണ്ടത്. ഒരു വർഷത്തേക്കാണ്. ഇത് ഈ ഒരു വർഷത്തെ ഫീ എന്തായാലും നിങ്ങൾ ഇപ്പോൾ അടയ്ക്കണം. ഓരോ വർഷത്തെ ഫീ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് ഫീസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ കർണാടക ബോർഡിൻ്റെ പഠിച്ച കുട്ടിയാണെങ്കിൽ 6,465 രൂപ. അതേപോലെ തന്നെ CBC അല്ലെങ്കിൽ ICSE വിത്തിൻ കർണാടക ആണെങ്കിൽ 12,760. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂരിൻ്റെ ഫീസാണ്. ഇനി കർണാടകത്തിന് വെളിയിൽ പഠിച്ച കുട്ടി 26,851 രൂപ അടയ്ക്കണം. അതേപോലെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് 10,395 രൂപ അടയ്ക്കണം. അപ്ലിക്കേഷൻ ഫീക്ക് 3,465 രൂപ അടയ്ക്കണം. സർട്ടിഫിക്കറ്റ് ഫീക്ക് 6,930 രൂപ അടയ്ക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഫീയും, അതായത് ഈ കൊടുത്തിരിക്കുന്ന 82,951 അല്ലെങ്കിൽ 24,701 അല്ലെങ്കിൽ 21,891, ഏതാണോ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീറ്റ്, അത് പ്ലസ് ഈ പറഞ്ഞിരിക്കുന്ന ഫീയും കൊണ്ടുപോകണം. ഹോസ്റ്റൽ ഫീയും കൊണ്ടുപോകണം. ഹോസ്റ്റൽ ഫീ എത്രയാണെന്ന് ഞാൻ ഇതിലേക്ക് പറയാം. ഇനി അതിലെ ഹോസ്റ്റൽ ഫീ നോക്കുക. ഒരു വർഷത്തേക്ക് നിങ്ങൾ 13,950 രൂപ അടയ്ക്കണം. അത്
കോഷൻ ഡെപ്പോസിറ്റും റൂം റെൻറ്റ് ഇയർലി ഉള്ള റൂം റെൻറ്റും സാനിറ്ററി ചാർജും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജും വൈഫൈ ചാർജും എല്ലാം കൂടെ ചേർത്തിട്ടാണ്. ഇനി ഇലക്ട്രിസിറ്റി ബില്ലും മെസ് ചാർജും ഡിവൈഡിങ് സിസ്റ്റമാണ്, മന്ത്ലി ഡിവൈഡ് ചെയ്തിട്ടാണ്. അത് ഇതിൻ്റെ കൂടെ വരില്ല. 13,950 മുമ്പ് ഞാൻ പറഞ്ഞ ഫീ പ്ലസ് അതിൻ്റെ താഴെ പറഞ്ഞിരുന്ന അഡീഷണൽ ഫീ പ്ലസ് ഹോസ്റ്റൽ ഫീ, ഇത്രയും നിങ്ങൾ അക്കൗണ്ടിൽ കരുതണം. അവിടെ ചെന്ന് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി സീറ്റ് ഡീറ്റെയിൽ നോക്കുക. സീറ്റ് ഡീറ്റെയിൽ ജനറൽ കാറ്റഗറിയിൽ നോക്കിയാൽ ഓപ്പൺ മെറിറ്റിൽ 10 സീറ്റുണ്ട്. അതേപോലെ തന്നെ ഈ ഡിപ്ലോമ ഹോൾഡേഴ്സിന്, സ്പീച്ച് ആൻഡ് ഹിയറിംഗിൻ്റെ ഡിപ്ലോമ ഹോൾഡേഴ്സിന് 1 സീറ്റ്, നോർത്ത് ഈസ്റ്റിന് 1 സീറ്റ്, ഫിസിക്കലി ചാലഞ്ചഡ് ആണെങ്കിൽ 1 സീറ്റ്. ഇതൊക്കെ മെറിറ്റിലാണ്. ഫോറിൻ സ്റ്റുഡൻസിന് 3 സീറ്റ്, EWSന് 4 സീറ്റ്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 6 സീറ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിന് 3 സീറ്റ്, OBCക്ക് 11 സീറ്റ്, ടോട്ടൽ 40 സീറ്റ്. അത്രയും തന്നെ സീറ്റ് അതേ റേഷ്യോയിൽ സെൽഫ് ഫിനാൻസിങ്ങിലും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 80 സീറ്റ് ആണെങ്കിൽ അതിൽ പാതി മെറിറ്റ്, ഞാൻ ആ പറഞ്ഞ 23,000 രൂപയും ബാക്കി 40 82,000 രൂപയും ഈ ഫീസിലാണ് വരിക. അങ്ങനെ 80 സീറ്റും ഫില്ല് ചെയ്യും. അതേ ദിവസം ഫില്ല് ചെയ്താൽ 9-ാം തീയതി തന്നെ ഫില്ല് ചെയ്താൽ 8-9 തീയതികൾ കൊണ്ട് ഫില്ല് ചെയ്താൽ പിന്നെ ഒരു അലോട്ട്മെന്റ് ഉണ്ടാവില്ല. സീറ്റ് വേക്കൻസി വന്നാൽ മാത്രമാണ് പിന്നീട് ഉണ്ടാവുക. അതുപോലെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത്. നിങ്ങൾ ഫീ കൂടാതെ 10th ഒറിജിനൽ മാർക്ക് ഷീറ്റ് ഒറിജിനൽ ആയിരിക്കണം. അതേപോലെ +2 ഒറിജിനൽ മാർക്ക് ഷീറ്റ്, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ കാർഡിൻ്റെ കോപ്പി, TCയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും, ഐഷ് എക്സാമിൻ്റെ ഒറിജിനൽ അഡ്മിറ്റ് കാർഡ്, OBC, EWS, SC, ST കാൻഡിഡേറ്റുകൾ അവരുടെ ഡോക്യുമെൻ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. OBC ആണെങ്കിൽ NCL താലൂക്കിൽ നിന്ന് വാങ്ങിയത് വാലിഡിറ്റി ഉള്ളതായിരിക്കണം. EWS ആണെങ്കിൽ താലൂക്കിൽ നിന്ന് വാങ്ങിയത് 2023-24 ഫിനാൻഷ്യൽ ഇയറിൻ്റേത്. SC, ST ആണെങ്കിൽ താലൂക്കിൽ നിന്ന് വാങ്ങിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇത് നിർബന്ധമായിട്ട് ഉണ്ടാവണം. മറ്റു ഡോക്യുമെൻറ്റുകൾ ഇപ്പോൾ ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കണം. അതായത് മറ്റ് സ്റ്റേറ്റുകളിൽ, കർണാടകത്തിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിച്ച ഒരു ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി എടുക്കണം. അതേപോലെ 2 സെറ്റ് ഫോട്ടോ കോപ്പി എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും, ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെയും 2 സെറ്റ് ഫോട്ടോ കോപ്പി. അതേപോലെ NRI കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒറിജിനൽ പാസ്പോർട്ട്. പിന്നെ ഉള്ളത് സ്കാൻഡ് PDF കോപ്പീസ്. അതായത് ഈ മേൽ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റുകളുടെയും സ്കാൻഡ് ഇമേജസ് ഉണ്ടാവണം. അത് ഡോക്യുമെന്റും ഫോട്ടോയും നിങ്ങളുടെ സിഗ്നേച്ചറും എല്ലാം സെപ്പറേറ്റ് ഫയലായിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടിയുടെ പേരിൽ അത് ടാഗ് ചെയ്യണം. ഇപ്പോൾ കുട്ടിയുടെ പേര് ഇപ്പോൾ പ്രവീൺ എന്നാണെങ്കിൽ 10th മാർക്ക് ഷീറ്റ് പ്രവീൺ 10th മാർക്സ് കാർഡ് എന്ന് സേവ് ചെയ്യണം. ഹയർ സെക്കൻഡറി മാർക്ക് ലിസ്റ്റ് പ്രവീൺ +2 മാർക്ക് കാർഡ് എന്ന് ചെയ്യണം. TC ആണെങ്കിൽ പ്രവീൺ TC എന്ന് ചെയ്യണം. അങ്ങനെ ഓരോ ഡോക്യുമെന്റും ആ ഡോക്യുമെന്റിന്റെ പേര് കൊടുത്തുകൊണ്ട് സേവ് ചെയ്ത് അതൊരു ഡ്രൈവിൽ എടുത്തേക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ PDF കോപ്പി ആയിട്ട് അത് നിങ്ങളുടെ മെയിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കുകയോ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയിൽ ആ സാധനം സ്കാൻഡ് ഇമേജ് കയ്യിലുണ്ടാവണം. അപ്പോൾ ഇത്രയും സാധനമാണ് അലോട്ട്മെന്റിന് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഐഷിൻ്റെ അലോട്ട്മെന്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ വേഗം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ എൻ്റെ നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.